ഈ വേലിയേറ്റം ഇതാണ് ന്യായമായിട്ടുള്ള വേലിയേറ്റം. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. മറ്റ് പ്രതീക്ഷിക്കാതെ വേലിയേറ്റം അങ്ങ് ഉയരെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കും, ഇന്ന് കടലിനെന്തോ വ്യത്യാസമാണ്. അതായത് മാസങ്ങളിൽ നമുക്കറിയാം, ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 10 ഇതുവരെ കടൽ ശാന്തമാണ്. ആൾക്കാരെ കുളിപ്പിക്കാം. പിന്നെ ഇതിൽ കടൽ ചേഞ്ച് ആവുന്നത് വലിയ വാവ് വരുമ്പോഴും, അതേ കറുത്ത വാവ് ചെറുതായിട്ട് ഇത് സംഭവിക്കില്ല. ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറക്കൂല. ഞങ്ങൾ പിന്നെ ഈ വഴിയിലെല്ലാം റോപ്പ് വെച്ച് മതിലെല്ലാം ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. പിന്നെ അതിനെ പറ്റിയ ഉപകരണങ്ങളൊന്നുമില്ല. അതിൻ്റെ ഈ അപകടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കത്തില്ല. ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറക്കൂല. ഞങ്ങൾ പിന്നെ ഈ വഴിയിലെല്ലാം റോപ്പ് വെച്ച് മതിലെല്ലാം ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. പിന്നെ അതിനെ പറ്റിയ ഉപകരണങ്ങളൊന്നുമില്ല. അതിൻ്റെ ഈ അപകടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കത്തില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കടൽ തീരത്ത് കടലുകൾ കള്ളക്കടൽ പ്രതിഭാസം എന്നത്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കുമൊക്കെ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്നലെ കള്ളക്കടൽ പ്രതിഭാസത്തോടനുബന്ധിച്ച് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ റെഡ് അലർട്ടായിരുന്നു. ഉച്ചയോടെ റെഡ് അലർട്ട് മാറി അത് ഓറഞ്ച് അലർട്ടായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും വലിയ തിരക്ക് സാധ്യതയുണ്ട് എന്നതടക്കമുള്ള മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഈ കള്ളക്കടൽ പ്രതിഭാസവും വലിയ തിരമാലയും ഒക്കെ തീരദേശവാസികളെ എങ്ങനെ ബാധിക്കും, ഈ ഒരു ഘട്ടങ്ങൾ അവരെങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ്. ഇവിടുത്തെ ആൾക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം ഈ ഒരു പ്രതിഭാസത്തെയും ഈ ഒരു പ്രശ്നത്തെയും ഒക്കെ അവരെങ്ങനെയാണ് നേരിടുന്നത്. ഒരു പ്രതിഭാസത്തിൻ്റെ സമയത്ത് എന്താണ് കടലിൽ സംഭവിക്കുന്നത്? ഇതിപ്പം ഞങ്ങൾ അറിയത്തോളം എന്ന് പറയുമ്പോൾ വേലിയേറ്റമാണ് പ്രധാനമായിട്ട് വരുന്നത്. അത് ചില സമയങ്ങളിൽ ഇതിപ്പം ഇപ്പോഴും എൻ്റെ രൂപം മാറി വരികയാണ്. കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ ന്യൂനമർദ്ദനം, പിന്നെ അതേപോലെ ഈ കള്ളക്കടലെന്ന് പറയുന്ന ഉദ്ദേശം എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ വരുന്ന സംഭവമാണത്. അല്ലെങ്കിൽ നേരത്തെ കൂട്ടി നമുക്കൊരു മുന്നറിയിപ്പ് വരും. ഇങ്ങനെ ന്യൂനമർദ്ദനമോ കടലിൽ എന്തെങ്കിലും ചുഴലിക്കാറ്റോ എന്തെങ്കിലും ഉള്ളിൽ ഈ സംഭവിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കടലിൻ്റെ രീതി മാറും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ളതെന്ന് പറയുമ്പോൾ കള്ളക്കടലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടെങ്കിലും അത് പ്രതീക്ഷിക്കാതെ വേലിയേറ്റം സംഭവിക്കുന്നു. ഇത് തന്നെ അതിൻ്റെ തുടക്കം. അതായത് കഴിഞ്ഞ എൻ്റെ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ കടലിന് ചെറിയ ഒരു രൂപം മാറ്റം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിരത്തുപരം കൂടുതലായിരുന്നു. പക്ഷെ ഉച്ച ഒരു 11 മണിയായപ്പോഴും ഭയങ്കരമായ വേലിയേറ്റവും വലിയ തിരയും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നത് കള്ളക്കടൽ. അപ്പോൾ ഈ സാഹചര്യങ്ങൾ അതിന് നേരിടാൻ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് പ്രതീക്ഷിക്കാതെ വരുന്നതല്ലേ? അപ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഞങ്ങളിതിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആളെ നിയന്ത്രിക്കും. ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറക്കൂല. ഞങ്ങൾ പിന്നെ ഈ വഴിയിലെല്ലാം റോപ്പ് വെച്ച് മതിലെല്ലാം ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. പിന്നെ അതിനെ പറ്റിയ ഉപകരണങ്ങളൊന്നുമില്ല. അതിൻ്റെ ഈ അപകടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. അല്ല ഇതുപോലെ പ്രതീക്ഷിക്കാതെ ഇരുന്നിങ്ങനെ വരുമ്പോൾ സുനാമി പോലെയാണ്. അതിൽ നമുക്കും പറ്റാ അപകടം. ഇപ്പോഴും നേരത്തെ കൂട്ടി നമുക്ക് ചെറിയൊരു ഇൻഫർമേഷനൊക്കെ വരും. അതിൽ പോലീസും ദുരന്ത നിവാരണം അവിടെ നിന്നുള്ള ഇതിൽ വരുമ്പോൾ പോലീസ് ഫസ്റ്റ് വന്ന് പറയും, ആൾക്കാരെ ഒന്ന് ഇറക്കണ്ട, കരയിൽ കയറ്റാൻ പറയും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്ത ദിവസമെല്ലാം കടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുന്നറിയിപ്പില്ല. ഇങ്ങനെ ഇതുപോലത്തെ പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പ് അങ്ങനെ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് വലിയ തിരയാണെങ്കിൽ ഞങ്ങൾ കുളിപ്പിക്കാറക്കത്തില്ല. ആൾക്കാരെ ഈ വെള്ളത്തിലേക്ക് ഇറക്കത്തില്ല. പിന്നെ വേലിയേറ്റം ഇങ്ങനെ വരെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന റോഡിന് മേലെ അങ്ങ് നിർത്തും.
ഇങ്ങോട്ട് ഇറക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. പിന്നെ അതിനൊരു മുന്നറിയിപ്പ് തിരിച്ച് വരുന്നവരെ ഇറക്കത്തില്ല. ഇപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും സാധാരണ കടലും അങ്ങനെ ആ മുന്നറിയിപ്പ് ഉള്ളപ്പോൾ ഉണ്ടാകുന്ന തിരയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതായത് പോലീസ് ശരിക്കും മുന്നറിയിപ്പ് തന്നപ്പോൾ അതുപോലെ തന്നെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് മാറ്റമാണ് ശരിക്കും സാധാരണ രീതിയിൽ നിന്ന് എന്ത് മാറ്റമായിരിക്കും? അതെന്നാ സാധാരണ ഇതിപ്പം എൻ്റെ ശാന്തമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ അറിയാം ഇരിക്കുമ്പോൾ ഈ വേലിയേറ്റം ഇതാണ് ന്യായമായിട്ടുള്ള വേലിയേറ്റം. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. മറ്റ് പ്രതീക്ഷിക്കാതെ വേലിയേറ്റം അങ്ങ് ഉയരെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കും, ഇന്ന് കടലിനെന്തോ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പോലീസിൻ്റെ ഇൻഫർമേഷൻ കൂടെ കിട്ടുമ്പോൾ നമ്മൾ ആണിനെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ഇനി സുനാമി വരെ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നാശനഷ്ടങ്ങളും മരണങ്ങൾ അതുപോലെ നമുക്ക് ഈ സുനാമി വന്നപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സംഭവിച്ചതെന്ന് പറയുമ്പോൾ വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു. ആ ദിവസങ്ങളിൽ അങ്ങനെ അതിൻ്റെ തലേ ദിവസം ക്രിസ്മസിൻ്റെ അന്ന് വെള്ളത്തിന് അങ്ങനെ മാറ്റമില്ലായിരുന്നു. അതിൻ്റെ 26-ാം തീയതി നല്ല തണുപ്പ്, ഐസ് പോലെ നല്ല തണുപ്പായിരുന്നു. ആദ്യം ഇങ്ങനെ വലിയ തിരയല്ല, ഈ വേലിയേറ്റം, ഈ വെള്ളം എരഞ്ഞിങ്ങനെ തള്ളി കയറുമ്പോല ഒരു പകുതി നമ്മൾ ഇരിക്കുന്നതും പകുതി വന്ന് പിന്നെ വെള്ളം വലിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് പിടിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ഇങ്ങനെ ഒരു മാറ്റം, പിന്നെ നല്ല വലിഞ്ഞു പോയിട്ട് അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറമായിട്ട് സ്പീഡാവന്ന് കയറി. പിന്നെ അതോടെ നമുക്ക് കരിമ്പഴി കുടകളും അവിടെ നിന്ന് സാധനങ്ങളും വള്ളങ്ങളെല്ലാം കൂടെ കടൽ വലിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ റോപ്പ് വെച്ച് കെട്ടി ആൾക്കാരെ റോട്ട് വെച്ച് തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ പോലീസും വന്നു. അങ്ങനെയാണ് നമ്മൾ കോവളത്ത് ഈ സുനാമിക്ക് അപകടം ഉണ്ടാകാത്തത്. അന്ന് അതെ നമ്മൾ 2004 സംഭവിച്ച അപ്പം ഇവിടെ അത് വലുതായിട്ട് വന്നില്ല. നമുക്ക് ഈ ബാർഡർ വരെ വന്നുള്ളൂ. ഇത് ഇപ്പോഴും പിന്നെ നല്ല വേലിയേറ്റം വരുന്നതെന്ന് ഇപ്പോൾ ചെറിയൊരു പ്രദേശം എന്ന് പറയുമ്പോൾ തുറമുഖം വന്നുകൊണ്ട് മണ്ണ് ട്രച്ച് ചെയ്ത് അവരെടുക്കും. ട്രച്ച് ചെയ്ത് കര ഇവിടെയാണ്. അപ്പോഴും സംഭവിക്കുന്നത് ഇവിടെ നിന്നുള്ള മണ്ണ് നേരെ അവിടെ ഒലിച്ചു പോകും. അങ്ങനെയാണ് ഈ റോഡെല്ലാം ചെറിയ അപകടത്തിലായത്. അപ്പോൾ ഇതുവരെയ്ക്കും ഇതിങ്ങനെ വന്നിട്ടില്ല. ഞാൻ 10 വർഷത്തോളം ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ മൺസൂൺ എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഈ ജൂൺ ജൂലൈയിൽ കടൽ ഈ റോഡിലൊന്ന് തൊട്ടിട്ട് പോകണമല്ലാതെ ഇങ്ങനെ റോഡിന് ഇടിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ റോഡ് ഇടിയാൻ കാര്യം. അതിൻ്റെ ഒരു സംശയമുണ്ട്. എന്നാലും നമുക്ക് വലുതായിട്ട് ഊഹിക്കാന്നേ ഉള്ളൂ. അവിടെ എത്രയും ആൾ താഴ്ചയായിരിക്കും, മീറ്ററിലാണ് അവർ ഈ മണ്ണ് തോണ്ടി എടുത്ത് ഇടുന്നത്. അപ്പം ഈ ഒഴുക്കെന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പം ഇങ്ങോട്ട് ഒഴുകും, അതേപോലെ തിരിച്ചൊഴുകും. ഇപ്പം ഇങ്ങോട്ടാണ് ഒഴുക്കിയിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ പറയുന്നത്, ഈ ടൈറ്റാനിൻ്റെ വേസ്റ്റ് വെള്ളമാണിത്. അപ്പം അവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഒഴുക്കിങ്ങോട്ടാണ്. അപ്പം അതാണ് ഇത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുക്ക് വരുമ്പോൾ ഇവിടെ ക്ലിയർ ഉള്ളതായിരിക്കും. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നു? ഇവിടെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ട് 12 വർഷം. അല്ല, ഞാൻ 1999 ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10 വർഷം ഞാൻ ഇവിടെ കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്തു. അന്നൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ വർഷങ്ങളിലിടയിലൊന്നും കള്ളക്കടൽ പ്രതിഭാസത്തെ പറ്റി കേട്ടിട്ടില്ല? അതോ അല്ല, പത്രത്തിൽ നമ്മൾക്ക് ഈ മറ്റേ ഈസ്റ്ററിൻ്റെ അന്ന് ആണ് നമ്മൾ അറിയുന്നത് ഇതാണ് കള്ളക്കടൽ എന്നുള്ള ഒരു ഇത്. പക്ഷേ അതായത് മാസങ്ങളിൽ നമുക്കറിയാം ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 10 ഇതുവരെ കടൽ ശാന്തമാണ്. ആൾക്കാരെ കുളിപ്പിക്കാം. പിന്നെ ഇതിൽ കടൽ ചേഞ്ച് ആവുന്നത് വലിയ വാവ് വരുമ്പോഴും, അതേ കറുത്ത വാവ് ചെറുതായിട്ട് ഇത് സംഭവിക്കില്ല. ഈ ബലിവാവ്
ബലിവാവല്ല ഈ വാവ്, കറുത്ത വാവ് വെളുത്ത വാവ് എന്ന് പറഞ്ഞാൽ ആ സംഭവങ്ങളിൽ മാത്രമേ കടൽ തിര 2-4 ദിവസം വലിയ തിര പൊങ്ങി അടിക്കുള്ളൂ. അല്ലാതെ പിന്നെ അത് ഒന്നും ചെയ്യത്തില്ല. പിന്നെ വരണമെങ്കിൽ കടൽ കയറണമെന്ന് പറയുമ്പോൾ മൺസൂൺ ആഫ് സീസണിൽ നമുക്ക് ഈ ജൂൺ ജൂലൈ അതിൽ കണ്ടിന്യൂ വെള്ളം അവിടെ സ്റ്റേ ആണ്. പിന്നെ അത് കഴിഞ്ഞാണ് ഫെബ്രുവരി സെപ്റ്റംബറിൽ കടൽ ബാക്കിലോട്ട് ഇറങ്ങി അങ്ങ് പോകും. ഇപ്പോഴും അങ്ങനെയല്ല, തിരിച്ച് മറിച്ചും വരെയാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ല. ഇന്നത്തെ പോലെ നാളെയും ഇതാണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കടലിൽ എന്തെങ്കിലും ചുഴലിക്കാറ്റോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് കടലിനെത്തുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ഇത്രയും വർഷങ്ങളായി കടലിന്റെ മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് ഇപ്പം ഇത്തിക്കൂടാ, ഇപ്പം ആദ്യത്തെ പോലെ അല്ല. ഇപ്പം ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഈ കടലിൻ്റെ ഓരോ രൂപം മാറുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം. അപ്പോൾ കടലിൽ പലതും സംഭവിക്കാം. എന്നാലും ആദ്യത്തെ കാലം ഇപ്പോഴും ഓവറാണ്. പ്രതീക്ഷയില്ല നമുക്ക്. നിങ്ങൾ പറയും പോലെ കള്ളക്കടൽ, അതിനെ തിടനെന്നേ പറയാവുള്ളൂ, കള്ളനെന്നേ പറയുള്ളൂ. നമുക്കൊരു പൂറ്റ പ്രതീക്ഷയില്ല. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പം വരുമ്പോൾ കടലിന് എന്തെങ്കിലും രാവിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാല് നനയ്ക്കാനേ വിടുകയുള്ളൂ. ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല, ആഴക്കടലാണ്. കുളിക്കാൻ പറ്റുന്ന കടൽ കോവളം മാത്രമാണ്. കോവളം, വർക്കല, ഈ ആഴിമല, പൂവാറ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ആഴമാണ്. അവിടെ ആൾക്കാരെ കുളിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ ഇറക്കേയില്ല. കാല് നനയ്ക്കാൻ ജസ്റ്റ് വിടും. കുളിപ്പിക്കുന്നത് കോവളം മാത്രമാണ്. കാര്യം അവിടുത്തെ ഇതിന് വ്യത്യാസമുണ്ട്. പാറക്കെട്ടുള്ളതുകൊണ്ട് ഈ തിരമാല അടിച്ച് പതുക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പക്ഷെ ഇവിടെ കുളിപ്പിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ പ്രതിഭാസങ്ങൾക്ക് വരുമ്പോൾ കുളിക്കും. ഈ ഫിഷർമാൻ ഇവിടെ നാട്ടുകാരില്ലേ, അവർ കുളിക്കും. അപ്പം ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അല്ല, വരുന്നവരെ ഞങ്ങൾ കുളിപ്പിക്കത്തില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നൊക്കെ ജാഗ്രത നിർദ്ദേശം വരുമ്പോൾ ശരിക്കും അവർ പോകരുതെന്ന് നിർദ്ദേശം കൊടുക്കുന്നതാരാണ്? അത് എൻ്റെ തുറമുഖ വകുപ്പാണ്. ഇപ്പം അവർക്ക് കുറച്ചുകൂടി പേടിപ്പിച്ചെന്ന് പറയുമ്പോഴേ അവർ എല്ലാ കടലിലും പോകും. അവർ മരണത്തെ വഹിക്കൂല. ഇപ്പോഴും വയ്ക്കുന്ന പറയുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കൂലെന്ന് പറയും. അത് അങ്ങനെയാണ് പേടിച്ച് പോകാത്തത്. കടലിൽ എന്തെങ്കിലും സമയം ഈ ഓഹി ഒന്നല്ലോ, അത് പ്രതീക്ഷിക്കാതെ ഒന്നാണ്. അതിന് ശേഷം ഇതിന് മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴേ വകവയ്ക്കാതെ പോകണമെങ്കിൽ അവർ ലൈസൻസ് കട്ട് ചെയ്യും. അവർക്ക് ഇൻഷുറൻസും ഇല്ല. അവർക്ക് ഈ മത്സ്യത്തൊഴിലാളിക്ക് അവർക്ക് പൈസ ഉണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത് അവർ റദ്ദാക്കി. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അവർ കൂടുതലും പോകാത്തത്. എന്നാലും 1-2 കുറേയൊക്കെ പോവും. ഒളിച്ചെങ്കിൽ അവർ ജോലിക്ക് പോവും. അപ്പോൾ ശരിക്കും നിനച്ചിരിക്കാതെ വരുന്ന ഒരു തിരമാലയാണ് കള്ളക്കടൽ. അതുകൊണ്ടാണ് ഇതിനെ കള്ളക്കടൽ എന്ന് പറയുന്നത്.